എല്ലാവർക്കും നമസ്കാരം. കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയത്തിന്റെ നിയമപരമായ ഒരു വിശകലനം കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കോടതിയിൽ നിന്ന് വരുന്ന വാർത്തകൾ കേട്ടിട്ടുണ്ടാവും. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയ ശേഷം പിന്നീട് കബളിപ്പിച്ചു. ഈ തരത്തിൽ പുരുഷന്മാർക്കെതിരെ ധാരാളം കേസുകൾ പല പോലീസ് സ്റ്റേഷനുകളിലായി വരുന്നുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ചില കേസുകൾ ഹൈക്കോടതിയിലെത്തിയപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന, ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലൊക്കെ സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതത്വം നൽകുന്ന രീതിയിൽ കർശനമായി ശിക്ഷ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ന്യായ സംഹിത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഒരു പരാതിക്ക് അതിൻ്റെതായ വിലയുണ്ട്. ആ പരാതിക്ക് അനുസൃതമായി യഥാർത്ഥത്തിൽ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നുള്ളത് മുൻപ് IPC ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടി കർശനമായ ശിക്ഷ വ്യവസ്ഥ ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുവാൻ നിയമം ശ്രദ്ധിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇത് കോടതികളിൽ വന്ന് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ പല കേസുകളും, ഞാൻ ഒരു കേസായിട്ട് എടുത്തു പറയുന്നില്ല, അടുത്തിടെ ഉണ്ടായ പ്രമുഖർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ, സിനിമാ നടന്മാർക്കെതിരെ, അങ്ങനെ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന പല ആളുകൾക്കെതിരെയും അവരുടെ ഇമേജ് തന്നെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ കരിയർ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ വിവാഹ വാഗ്ദാനം എന്നുള്ള ഒരു വാക്ക് സ്ത്രീകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സിനിമാ മേഖലയിലുണ്ട്, രാഷ്ട്രീയ മേഖലയിലുണ്ട്, മറ്റ് തരത്തിൽ ഉയർന്ന ബിസിനസ്സുകാർ, അങ്ങനെയുള്ള പലർക്കെതിരെയും. പക്ഷെ ഈ കേസുകളെല്ലാം കോടതിയിൽ വരുമ്പോൾ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഉദ്ദേശിക്കുന്ന ഫലം കോടതിയിൽ നിന്ന് ലഭിക്കാത്തത്? പലപ്പോഴും വാർത്തകൾ കണ്ട ശേഷം ആളുകൾ പറയും, ഈ കോടതി എന്താ ഇങ്ങനെ, കാരണം അവർ പരാതി കൊടുത്തതല്ലേ. അങ്ങനെ കുറെ സ്ത്രീപക്ഷവാദികൾ ചാനലിലൊക്കെ ഇരുന്ന് വലിയ ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അത്തരത്തിൽ കേസ് കൊടുത്തത് കൊണ്ട് കോടതി അത് ശരിയായ രീതി നടത്തിയില്ല, അല്ലെങ്കിൽ കോടതി എന്തോ അബദ്ധം കാണിച്ചു എന്നുള്ള രീതിയിൽ. എന്നാൽ യഥാർത്ഥ കാരണം ഇതല്ല. സ്ത്രീകളുടെ പരാതിയിൽ കഴമ്പില്ലാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിയമപരമായി ഈ പരാതി കോടതിയിൽ നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണ് കോടതികൾ ഇത്തരത്തിൽ ഉള്ള ചില പരാതികൾക്ക് മുൻകൂർ ജാമ്യവും അല്ലെങ്കിൽ ജാമ്യവും ഒക്കെ നൽകി പുരുഷന്മാരെ പുറത്തേക്ക് വിടുന്നത്. അതിന്റെ പ്രധാന കാരണം, കഴിഞ്ഞിടയ്ക്ക് ഹൈക്കോടതി വലിയൊരു കേസ് പരിഗണിച്ചപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഈ പരാതി കൊടുത്ത സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾ നിലവിൽ വിവാഹിതയാണ്, വിവാഹമോചനം നേടിയിട്ടില്ല, നിങ്ങൾ മറ്റൊരാളുമായി അവിഹിതമായോ അല്ലെങ്കിൽ വിഹിതമായോ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, എന്നിട്ട് നിങ്ങൾക്ക് ഒരു വിവാഹം, പുതിയ വിവാഹം കഴിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബന്ധം തുടർന്നിട്ട് അത് വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞാൽ കോടതി ഇത് എങ്ങനെ സ്വീകരിക്കും? കാരണം വിവാഹിതയാവാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ വിവാഹമേ കഴിച്ചിട്ടുണ്ടാവരുത്, അല്ലെങ്കിൽ കഴിച്ച വിവാഹം ഡൈവോഴ്സ് ചെയ്തതിന് ശേഷം ഒരു പുനർവിവാഹം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് ഒരു ലീഗൽ കപ്പാസിറ്റി ഉണ്ട് കല്യാണം കഴിക്കാൻ. അതല്ലാതെ ഒരാൾ വിവാഹിതയായിരിക്കുമ്പോൾ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ അത് ബൈഗബി ഒഫൻസ്, ക്രിമിനൽ കുറ്റമാവും. അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാൻ പോകുന്നു ഞാൻ, അങ്ങനെ അയാളുമായി ബന്ധപ്പെട്ടു, അതിൽ കുട്ടി ഉണ്ടായെന്നോ ഉണ്ടായില്ലെന്നോ അങ്ങനെയുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീകൾ കോടതിയെ സമീപിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ സ്വാധീനം കൊടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ കേസ് എടുപ്പിക്കും, അല്ലെങ്കിൽ കേസ് എടുത്തില്ല എന്നും പറഞ്ഞ് കോടതിയെ സമീപിക്കും. കോടതികൾ ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിക്കാത്തത് സ്ത്രീകളോട് സൗഹൃദമില്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ അല്ല. ഈ നിയമങ്ങൾ സ്ത്രീകൾ തന്നെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. കുറെ കാലം ഒരാളുടെ ഒപ്പം കഴിയുന്നു, അത് ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ടെന്ന് പറയാൻ ചിലപ്പോൾ ഭർത്താവ് ഉള്ളവരായിരിക്കും. അതിനുശേഷം പെട്ടെന്ന് ഒരു പ്രാവശ്യം ഇവർ തമ്മിൽ, പ്രത്യേകിച്ച് വ്യവസ്ഥാപിതമായില്ലാത്ത ബന്ധമായതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും പിരിയാം, ലിവിങ് ടുഗദർ എന്നുള്ള രീതി ജീവിക്കുന്നു. കുറച്ച് നാൾ കഴിഞ്ഞ് എന്നെ വിവാഹം കഴിച്ചില്ല, വേറെ ആളെ വിവാഹം കഴിക്കാൻ പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്രശ്നമായിട്ട് ഈ ക്രിമിനൽ കേസ് എടുപ്പിക്കുവാനായി പോലീസ് സ്റ്റേഷനിൽ സമീപിക്കുന്നു. അതിനു മുമ്പ് ഒരു വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മറ്റൊരാളെ സ്വീകരിക്കാൻ പോകുന്ന സ്ത്രീകൾ, അവർക്ക് അവരുടെ ശരീരവും മനസ്സും ഒക്കെ കാഴ്ചവെക്കുന്നതിന് മുൻപ് ഒന്ന് ആലോചിക്കണം. ശരീരത്തിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലും ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യത സ്ത്രീകളാണ്, സ്ത്രീകളുടെ ശരീരത്തിനാണ് അതുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നത്. ഇതൊക്കെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ത്രീ എവിടെയെങ്കിലും ചെന്ന് ഒരു അസാൻമാർഗികം എന്ന് വിശേഷിപ്പിക്കാവുന്ന ബന്ധത്തിൽ ചാടുമോ? അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ആ ജീവിതമെല്ലാം ആസ്വദിച്ച ശേഷം എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിയുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ വരും. അപ്പോൾ ഏറ്റവും അവസാനം സുപ്രീം കോടതി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് എന്താണ്? വിവാഹിതരായ രണ്ടുപേരാണെങ്കിൽ പോലും അവർ ഒരുമിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റമല്ല, പ്രായപൂർത്തിയായവരാണെങ്കിൽ.
ആ ഒരു കാര്യം മാത്രമേ കുറ്റമല്ല എന്ന് കോടതി പറഞ്ഞിട്ടുള്ളൂ. അത് അവനവന് തീരുമാനിക്കാം ആരോടൊപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് പേഴ്സണൽ ലിബർട്ടിയാണ്. പക്ഷേ പിന്നീട് അതൊരു പരാതിയുമാക്കി അത് ആ നിയമത്തിന്റെ പരിരക്ഷ തേടി വരുമ്പോഴാണ് കോടതികളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ച നിയമപരിരക്ഷ ലഭിക്കാതെ പോകുന്നത്. അപ്പോൾ നിയമത്തെയും കോടതിയെയും പോലീസിനെയും ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവനവനോട് അവനവന് ബഹുമാനം ഉണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ബന്ധത്തിൽ പോയി ചാടിയിട്ട് പിന്നീട് ഒരു പരാതിയുമായി പൊതുസമൂഹത്തിലേക്ക് വരില്ല. പലതും ഓപ്പണായിട്ട് ചാനലിൽ തന്നെ വന്ന് വിളിച്ചു പറയുകയാണ്, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു. എത്രയോ സ്ത്രീകൾ അങ്ങനെ ചാനലിലും സ്വന്തം യൂട്യൂബ് ചാനൽ വഴിയൊക്കെ ഇതുപോലുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള പേരിലും അല്ലാതെയും ഒക്കെ ഇതുപോലെ മ്ലേച്ഛമായ നീചമായ സന്ദേശങ്ങൾ പുതിയ തലമുറയ്ക്ക് ഇട്ടുകൊടുക്കുന്നു. ഒരു വീഡിയോ കണ്ടു, ഒരു അധ്യാപികയാണെന്നാണ് അവർ സ്വയം പറയുന്നത്. ഞാൻ അധ്യാപികയാണ്, അതാണ്, എനിക്ക് അങ്ങനെ ബന്ധമുണ്ട്, എനിക്ക് ഇങ്ങനെ ബന്ധമുണ്ട്, അതിനൊക്കെ എന്താ കുഴപ്പം, എൻ്റെ പഠിപ്പിക്കുന്ന കുട്ടികളും അങ്ങനെ പോയാൽ അതിനും കുഴപ്പമില്ല. ഇങ്ങനെയുള്ള മോശമായ സന്ദേശങ്ങളാണ് ഇവർ ചാനൽ വഴി പ്രചരിപ്പിക്കുന്നത്. അതിനുശേഷം ഇതിലൊക്കെ പരാതിക്കാരും അല്ലെങ്കിൽ പരാതിക്കാരുടെ പിന്നിലും അവരെ സഹായിക്കാനും ഇതുപോലുള്ള ആളുകൾ തന്നെയാണ്. കൂടുതൽ അന്വേഷിച്ച് ചെന്നാൽ മനസ്സിലാവും ഇവരൊക്കെ സിംഗിൾ വുമൻസ് ആണ്. കാരണം ഇവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനാണ് ഇഷ്ടം. അവരങ്ങനെ ജീവിച്ചോട്ടെ. പക്ഷേ വ്യവസ്ഥാപിതമായ ഒരു നിയമസംഹിതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു മോശമായ മെസ്സേജ്, ഒരു സന്ദേശം സമൂഹത്തിന് കൊടുക്കുവാൻ ഇവർക്ക് ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല. അവരുടെ സ്വന്തം കാര്യം അവർക്ക് എന്ത് വേണമെങ്കിലും ആകാം, കുഴപ്പമില്ല. പക്ഷെ സമൂഹത്തിന് മോശമായ സന്ദേശം പകർന്നു കൊടുക്കരുത്. അതുകൊണ്ട് തന്നെ സ്ത്രീപക്ഷ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. കൂടുതൽ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നിടത്തോളം കാലം ഒരു കോടതിയും ഒരു നിയമവ്യവസ്ഥയും നിങ്ങൾക്ക് സംരക്ഷണത്തിനായി ഉണ്ടാവില്ല. ഓരോ വിഷയവും നോക്കി ആ വിഷയം അനുസരിച്ചാണ് കോടതികൾ അതിന്റെ നിയമവശം നോക്കി തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആരോപണ വിധേയരായ ചിലർക്ക് മുൻകൂർ ജാമ്യവും ഒക്കെ കിട്ടിയെന്ന് വരും. കാരണം അത് അവരുടെ റൈറ്റാണ്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രാഥമികമായി നോക്കുമ്പോൾ തന്നെ ഏകദേശ കാര്യങ്ങൾ മനസ്സിലാകും. പ്രാഥമികമായി പ്രൈമാ ഫേസി കുറ്റം ചെയ്തിട്ടുണ്ടോ, അത്രേ ജാമ്യം കൊടുക്കുമ്പോഴൊക്കെ നോക്കുകയുള്ളൂ. എങ്കിലും ആ പ്രാഥമികമായ വിലയിരുത്തലിൽ തന്നെ, ആ പരാതിയിൽ തന്നെ ഇവർ ആരോപിച്ചിട്ടുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാനുള്ള നിയമ വിശാരതയൊക്കെ കോടതികൾക്കുണ്ട്. അത്രയും പഠിച്ചിട്ടാണ് കോടതികളിൽ ന്യായാധിപരായ ആളുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത്തരം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. അവനവന്റെ സുഖത്തിന് ആചരിക്കുന്നത് അവരന്റെ സുഖത്തിനായി വരണം എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുള്ളത്. അതുപോലുള്ള മഹാത്മാർ ഇതൊക്കെ പറഞ്ഞു വെച്ചത് നമ്മുടെ സുഖത്തിനും നമ്മുടെ കംഫർട്ടിനും വേണ്ടി നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഇല്ലീഗൽ റിലേഷനിൽ ഏർപ്പെടുമ്പോൾ അത് ആ കംഫർട്ട് സോണിൽ തന്നെ ഒതുക്കി നിർത്തുക. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ തന്നെ കടമയാണ്. പുതിയൊരു വിഷയവുമായി വീണ്ടും വരാം. നന്ദി.